ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു ഡ്രാമ വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് താണ്ടൈപ്പ് എപ്പിസോഡ് 4 ആണ്. എത്താന്നതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു എപ്പിസോഡിനെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതലാളി ജഗ 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 ഭയങ്കര ഹാപ്പിയാണ്. പിള്ളേരെല്ലാരും കമന്റ് ചെയ്ത് എന്താ താണ്ടൈപ്പ് ഇടാത്ത, എപ്പോഴാ ഇടുന്നത്? അപ്പൊ ഞാൻ ഓർത്തു കുറെ ദിവസമായല്ലോ, അത് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. എന്താന്ന് നോക്കാന്ന് വെച്ചിട്ട് ഞാൻ മറന്നുപോയി കേട്ടോ. കുറെ നാളായില്ല കണ്ടിട്ട്, സീനൊക്കെ മറന്നുപോയി ഞാൻ. അപ്പോഴേക്കും ജസ്റ്റ് ഒന്ന് കാണാന്ന് വെച്ച് കണ്ടിട്ട് എനിക്ക് എന്താ പറയുന്നത്, സന്തോഷം കൊണ്ട് തയ്ക്കാൻ വയ്യ. എന്നാ ശരി, ഇപ്പൊ തന്നെ റെക്കോർഡ് ചെയ്തേക്കാന്ന് വിചാരിച്ചു ആ രാത്രി തന്നെ എഴുന്നേറ്റ് ഇന്ന് റെക്കോർഡ് ചെയ്യാണ്. അപ്പൊ നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോയാലോ. കഴിഞ്ഞ എപ്പിസോഡിൽ എന്താ പറഞ്ഞു നിർത്തിയത്, കുറെ നാളായില്ലേ, അപ്പൊ നമുക്ക് അവിടുന്ന് ഇങ്ങനെ വരാം. നമ്മുടെ ടെക്നോയും ടൈപ്പും കൂടെ ഫുട്ബോൾ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വർത്താനം പറഞ്ഞ് നടന്നു വരുവാണല്ലേ. താനെ കുറിച്ചുള്ള കൊച്ചു വർത്താനങ്ങളൊക്കെയാ പറയുന്നത്. ഇവരിങ്ങനെ വർത്താനം പറഞ്ഞ് നടന്നു വരുമ്പോ ഇവരുടെ മുന്നോട്ട് രണ്ടുപേര് വരും, ഒരു ചെറുക്കനും പെണ്ണും. ഇവര് LGBT കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്. ടെക്നോയായിട്ട് ഇവർ ഓൾറെഡി നല്ല ഫ്രണ്ട്സ് ആണ്. പക്ഷെ ടൈപ്പിനെ കാണുമ്പോ ഇവര് ഭയങ്കരമായിട്ട് ഇംപ്രസ് ആയിട്ട് ടൈപ്പിന്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറയും. ടൈപ്പിന് ഓൾറെഡി ഇവരെ ഇഷ്ടമല്ല. എന്നാലും നമ്മൾ ടെക്നോ കണ്ണും കൈയൊക്കെ കാണിച്ച് ഒരു പരുവത്തിന് സമ്മതിപ്പിച്ച് നിർത്തും. ഈ കൂടുള്ള ചെറുക്കൻ വന്നിട്ട് ഫോട്ടോ എടുക്കാന്നുള്ള പേരിൽ ഓവറായിട്ട് അങ്ങ് ടച്ച് ചെയ്ത് ഹഗ് ചെയ്ത് അവന്റെ ബോഡിയിലൊക്കെ ടച്ച് ചെയ്ത് വരുമ്പോ ആർക്കാണെങ്കിലും കുരു പൊട്ടും അല്ലേ. അങ്ങനെ നമ്മൾ ടൈപ്പിനും കുരു പൊട്ടിയിട്ട് ഇവനെ പിടിച്ച് തള്ളിവിടും. അങ്ങനെ തള്ളിവിടുന്നതോർത്ത് വെച്ച് നമുക്ക് തുടങ്ങാം. എന്ത് ടൈപ്പിന്റെ കാര്യം അറിയാലോ, അവന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൻ എന്തെല്ലാം പറയുന്നല്ലേ അറിയത്തില്ല. അവൻ തള്ളി വിട്ടിട്ട് പറയും, നിന്നെ പോലെയുള്ള ഗേകളെ എനിക്ക് ഇഷ്ടമല്ല, നിങ്ങളുടെ വർക്കത്തെ എനിക്ക് ഇഷ്ടമല്ല, നിങ്ങളുള്ള സ്ഥലത്ത് പോലും നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു കുറെ ചീത്ത പറയും. ഇത് കേട്ടത് അവന്റെ കൂടെയുള്ള ആ ലേഡിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് അവര് പറയും, നീ എന്തുവാടാ ഇത്ര മോശമായ ഒരു ചെറുക്കനാണല്ലോ, നീ എങ്ങനെയാണ് ഞങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ മോശമായിട്ട് പറയുന്നത്? നീ പറഞ്ഞൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, ഞങ്ങളിത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കൊണ്ടുപോയി ഈ പ്രശ്നം ഉറപ്പായിട്ട് ഞാൻ വലുതാക്കും, നിനക്ക് വേണ്ട മറുപടി ഞാൻ തരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെണ്ണും ഭയങ്കര ദേഷ്യത്തിൽ കിടന്നത് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാവം നമ്മുടെ ടെക്നോ ആണ് ഇതിനിടയ്ക്ക് പെട്ട് കിടക്കുന്നത്. ടെക്നോ ആണ് അവരെ ഭയങ്കരമായിട്ട് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, വേണ്ട സോറി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ ടൈപ്പ് അവിടെ നിൽക്കോ, വീണ്ടും വീണ്ടും ഇവൻ ഓരോ പറഞ്ഞോണ്ടിരിക്കോ. അവസാനം സാക്ഷിയായിട്ട് ടെക്നോ പറയും, എന്റെ പൊണ്ണ് ടൈപ്പ്, നീ ഒന്ന് നിർത്തിയിട്ട് നീ ഒന്ന് പോടാ അങ്ങോട്ട് എന്ന് പറയുമ്പോഴേക്കും പോകുന്നത് ഇവരെ ചീത്ത പറഞ്ഞുകൊണ്ടാണ്. ഇത് കേട്ടിട്ട് ഈ പെണ്ണാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ഉടനെ ടെക്നോ പറയും, പ്ലീസ് സോറി, അവന് വേണ്ടി ഞാൻ സോറി പറയാന്നൊക്കെ പറയും. പക്ഷെ ഒരു രക്ഷയില്ല. ഈ പെണ്ണാണെങ്കിൽ അതൊന്നും കാണാതെ ഭയങ്കര കലിപ്പി പോയിരിക്കുകയാണ്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കോ ആവോ. നമ്മൾ ടൈപ്പ് അങ്ങനെ പുതിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ സാധാരണ പറയത്തില്ലേ, ഒരു കോയിന് രണ്ടു വശം ഉണ്ടെന്ന്. ഈ സൈഡില് പ്രശ്നവും ദുഃഖവും ഒക്കെയാണ്, അടുത്ത സൈഡില് സന്തോഷം കാണും അല്ലെ. ഇവനിങ്ങനെ ഒരു പ്രശ്നത്തിൽ അകപ്പെടുന്നോണ്ടല്ലേ അപ്പുറത്തെ സൈഡായ സന്തോഷം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ എന്തായാലും ഈ എപ്പിസോഡിന്റെ എൻഡ് വരുമ്പോ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവും. അങ്ങനെ ടൈപ്പിനോട് കലിപ്പായിട്ട് പോയ ലേഡി എന്ത് ചെയ്യും, വെറുതെ ഇവിടെ എത്തൊന്നുമില്ല. അവര് പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ഫോട്ടോയും ഈ ന്യൂസും കാര്യങ്ങളും നടന്ന കാര്യങ്ങളെല്ലാം അവര് കോളേജിന്റെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ഇവനെ ആക്ഷേപിച്ചത് നമ്മളെ മാത്രമല്ല, നമ്മുടെ വർഗത്തെ മൊത്തത്തിലാണ്. അവന് കേസിനെ ഇഷ്ടമേ അല്ല എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ ഭയങ്കര മോശമായിട്ടാണ് ടൈപ്പിനെ കുറിച്ച് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് കുറെ ആൾക്കാർ ടൈപ്പിന് എതിരാവും. ടൈപ്പിനെ കുറിച്ച് മോശമായിട്ടുള്ള കമന്റുകളാണ് അതിന്റെ കൂടുതലും വരുന്നത്. ഈ ന്യൂസാണ് യൂണിവേഴ്സിറ്റി ഫുള്ള് പരന്ന് എല്ലാരും അറിഞ്ഞു. എല്ലാരും ടൈപ്പിന്റെ മേൽ ഭയങ്കര കളിപ്പായിട്ടിരിക്കുകയാണ്. ചീത്ത പറയുന്നവരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ ആ കോളേജിലാണ് പഠിക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ടൈപ്പിനെതിരാകും. ആണോ, ഞാൻ എന്തായാലും നല്ലൊരു ചീത്ത പോയി കമന്റ് ചെയ്യും. എന്താന്ന് വെച്ചാൽ തിളയ്ക്കുന്ന ചോര ഞരമ്പിക്കൂടെ ഓടുന്നത് BL ബ്ലഡ് ആണ്. കോളേജിലോട്ട് വരുമ്പോ തന്നെ നമ്മുടെ ടൈപ്പിന് മനസ്സിലാവും എല്ലാരും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഭയങ്കര കളിപ്പായിട്ടായിരിക്കുന്നത്. എന്നാലും ഒന്നും വേണ്ടാതെ ക്ലാസ്സിൽ വരുമ്പോ ക്ലാസ്സിൽ കൂടെ പഠിക്കുന്നവരും ഭയങ്കര കളിപ്പായിട്ട് ഇവനെ ഓരോന്നൊക്കെ പറയും. ഫ്രണ്ട്സ് എല്ലാരും കൂടെ അവരെ എല്ലാരെയും വായൊക്കെ അടപ്പിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മൾ ടെക്നോ ആണെങ്കിൽ ഫോണിൽ എന്തോ കണ്ടിട്ട് ഭയങ്കര ദേഷ്യത്തിൽ ഇവന്റെ അടുത്തോട്ട് വരും. എന്നിട്ട് പറയും, ടൈപ്പ് പ്രശ്നം ഭയങ്കരമായിട്ട് വലുതായിക്കൊണ്ടിരിക്കും, ഇങ്ങോട്ട് നോക്കി, ഈ പ്രശ്നം നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഗ്രൂപ്പിന്റെ പേജ് വരെ പോയിരിക്കുകയാണ്, ഈ പ്രശ്നം ചെറുതൊന്നും അല്ല, ഇത് നീ നോക്കുന്ന് പറഞ്ഞിട്ട് ഫോണിൽ ഇങ്ങനെ കാണിക്കും. ടൈപ്പാണ് ഭയങ്കര ടെൻഷനായിട്ട് ഇത് നോക്കൊണ്ടിരിക്കുക. ദേഷ്യത്തിൽ പറയുകയും ചെയ്ത് ഇത്രയും വലിയ പ്രശ്നമാവെന്ന് ചെറുക്കൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഈ പ്രശ്നത്തിൽ ഇതൊക്കെ ചെറുക്കൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് നമുക്ക് പോയി നോക്കാം. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ടെക്നോയും ടൈപ്പും കൂടെ റൂമിൽ ഇരിക്കുകയാണ്. ടെക്നോ ആണ് കമ്പ്യൂട്ടറിലാണെങ്കിൽ ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട കമന്റുകളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നേരെ തിരിഞ്ഞ് നമ്മുടെ ടൈപ്പിനോട് പറയും, നീ കമന്റ് ഒക്കെ കണ്ടോടാ, പ്രശ്നം വലുതായിക്കൊണ്ടിരിക്കുക, ഇത് ഇങ്ങനെ വിട്ടാ ശരിയാത്തില്ല എന്ന് പറയുമ്പോ ചോദിക്കും, ഞാൻ അതിന് എന്ത് ചെയ്യാനാടാന്ന് ചോദിക്കും. നീ എന്ത് ചെയ്യാനെന്നറിയോ, ഒന്നും നോക്കണ്ട, നീ പോയി സോറി പറഞ്ഞേക്ക, അങ്ങനെ പ്രശ്നം ഇവിടെ വെച്ച് നിർത്തിയേക്ക, അല്ലെങ്കിൽ ഇത് വലുതായി വലിയ പ്രശ്നമാവും എന്ന് പറയുമ്പോ ഭയങ്കര കലിപ്പായിട്ട് ടൈപ്പ് പറയും, എന്ത് ഞാൻ സോറി പറയാനോ, ഞാനൊന്നും സോറി പറയത്തില്ല, അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, ഞാൻ ഒരു തെറ്റും ചെയ്യാത്തിടത്തോളം കാലം ഞാൻ സോറി പറയത്തില്ല എന്ന് പറയും. ടൈപ്പ് ഇങ്ങനെ പറയുന്ന കേട്ടാൽ പറയും, ഒരു സോറി അല്ലാടാ നിന്നോട് പറയാൻ പറഞ്ഞോളൂ, ഒരു സോറി പറയുന്നതിന് നിനക്ക് എന്താടാ ഇത്ര പാടെന്ന്
എന്ന് ചോദിക്കും. ഇവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേൾക്കുമ്പോഴേക്കും ദേഷ്യം വന്നിട്ട് ഉടനെ ടൈപ്പ് പറയും, നീ പൊക്കോടാ, എനിക്ക് തലവേന എടുക്കുന്നു, ഞാനൊന്ന് കിടക്കാൻ പോവാന്ന് പറയാം. അതായത് ഇവ നീ നിർത്തിയിട്ടൊന്ന് പോടാവൂ എന്നുള്ള അർത്ഥത്തില്. ഇവ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായതുകൊണ്ട് തന്നെ ടെക്നോക്ക് ഭയങ്കര ദേഷ്യമായിട്ട് പറയും, നീ എന്തുവാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്നല്ല വിചാരിക്കുന്നത്, അപ്പൊ ഞാൻ അത് ചെയ്യത്തില്ല, ഞാൻ ഇത് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ മാത്രമായിട്ട് എന്ത് ചെയ്യാനാ, നിനക്ക് എന്തുവാണ് തോന്നുന്നത്, നീ അതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ടെക്നോ ഭയങ്കര ദേഷ്യത്തിൽ റൂമിൽ നിന്ന് പുറത്തു പോകും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ സോറി ഒന്നും പറയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ ഇരിക്കുവാണെങ്കിലും നമ്മുടെ ടൈപ്പിന്റെ മനസ്സിലും ഉണ്ട് ഒരുമാതിരി ടെൻഷനൊക്കെ. ചെറുക്കൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ താൻ റൂമിലോട്ട് വരും. ഇവനിങ്ങനെ ടെൻഷനായിട്ട് ഇരിക്കുന്ന കണ്ടത് താൻ ഉടനെ ചോദിക്കും, നീ ഓക്കെ ആണോടാന്ന് ചോദിക്കും. ഇത് കേട്ടതുകൊണ്ട് ടൈപ്പ് ദേഷ്യത്തെ 6 ദേഹത്ത് തീർക്കുമെന്ന് പറഞ്ഞിരിക്കുമല്ലോ. ഉടനെ താനോട് ചോദിക്കും, ഓ ഇപ്പൊ നീയും കാര്യങ്ങളൊക്കെ എന്തായാലും അറിഞ്ഞു കാണുമല്ലോ, നീ പറ, നീ ഇനി 6 പക്ഷമാണ്, എല്ലാരും വെറുക്കുന്ന എന്റെ പക്ഷമാണോ അതോ ഈ കാര്യം അറിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരുടെ പക്ഷമാണോ, നീ പറ, നീ 6 പക്ഷമാണ് എന്ന് ചോദിക്കും. ടൈപ്പ് ആണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ് ഇത് പറയുന്നത് എന്നൊക്കെ മനസ്സിലായതുകൊണ്ടാണ് നമ്മുടെ താൻ ഒന്നും മിണ്ടാതെ ടൈപ്പിനെ നോക്കിയിരിക്കും. ഉടനെ ടൈപ്പ് വീണ്ടും പറയും, എല്ലാരും എന്നെ ഓരോ മോശക്കാരനാക്കോടെ, എല്ലാവർക്കും എന്നോട് വെറുപ്പാണ്, ഞാൻ എവിടെ ചെന്നാലും എല്ലാരും എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ നിന്നെ ചീത്ത പറഞ്ഞ് സങ്കടപ്പെടുത്തിയില്ല, അതിനാ എനിക്കിതൊക്കെ കിട്ടിയത് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ട് എഴുന്നേറ്റ് നടന്നുകൊണ്ട് പോകാൻ വരുമ്പോഴേക്കും താൻ അവന്റെ കൈ കയറി പിടിക്കും. എന്നിട്ട് ചോദിക്കും, ഞാൻ നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോടാന്ന് ചോദിക്കും. ഇത് കേട്ടതും ടൈപ്പ് ഒട്ടേനെ പറയും, ഹെൽപ്പാ, ഈ ലോകത്തുള്ള ആൾക്കാരെ മൊത്തം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബോയ്സ് ആക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. താനാണെങ്കിൽ ഒരുമാതിരി ഞാൻ തന്നെ സ്ട്രെയിറ്റ് ബോയ് അല്ലല്ലോടാന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയിട്ട് പറയും, അതെനിക്ക് പറ്റത്തില്ലടാ, കാരണം ഞാൻ തന്നെ ബോയ്സിനെ ഇഷ്ടപ്പെടുന്നത് എന്നെ കൊണ്ട് നിർത്താൻ പറ്റുന്നില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ടൈപ്പും കുറെ നേരം ഇവനെ നോക്കി നിന്നിട്ട് പുറത്തോട്ടങ്ങ് പോകും. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന പിറ്റേ ദിവസം കോളേജാണ്. നമ്മുടെ താനും അവന്റെ ഫ്രണ്ട് ലോങ്ങും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഉടനെ ലോങ് പറയും, എന്തുവാടാ നീ ഇതുപോലുള്ള റൂംമേറ്റിന്റെ കൂടെ ഒക്കെ താമസിച്ചോണ്ടിരിക്കുന്നു, ഒന്നും നോക്കണ്ട, നീ ഹോസ്റ്റലിൽ നിന്ന് പുറത്തു വന്നേക്കെന്ന് പറയും. ഉടനെ താൻ പറയും, അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഞാനും അവനും തമ്മിൽ ഇപ്പൊ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പറയുമ്പം ഫ്രണ്ട് പറയും, അതൊക്കെ ശരി തന്നെ, പക്ഷെ നിന്റെ റൂംമേറ്റ് ഭയങ്കര പ്രശ്നക്കാരൻ, എപ്പോഴും അവൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കൊണ്ടിരിക്കും, അവൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നീയും എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ പോയി ചാടും, അതുകൊണ്ട് റൂമിൽ നീങ്ങി പോരുമെന്ന് പറയും. താൻ ഒരുമാതിരി കലിപ്പായിട്ട് പറയും, അങ്ങനൊന്നും ഇല്ലാടാ, അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണ് അതിനെക്കുറിച്ചൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ എന്നെക്കുറിച്ച് ഒരുപാട് ആലോചിക്കാതെ പഠിക്കുക, പരീക്ഷയൊക്കെ വരുമല്ലോ, പഠിക്കാനുള്ള മാർഗം നോക്കുക എന്ന് പറഞ്ഞിട്ട് താൻ അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോകുമോ. ഇഷ്ടപ്പെട്ടില്ല, ടൈപ്പിനെ പറഞ്ഞപ്പം കൊണ്ടുപോയി. ഇവിടെ നേരെ നമ്മുടെ താൻ എന്ത് ചെയ്യും, ടൈപ്പിനും കൂടെ ഉള്ള ഡിന്നർ മേടിച്ചോണ്ട് റൂമിൽ വരും. റൂമിൽ വരുമ്പോഴേക്കും ടൈപ്പ് വെറുതെ ഇങ്ങനെ ഫോണിൽ കളിച്ച് ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. താൻ വന്ന് ഡിന്നർ വെക്കുമ്പോഴേക്കും ഇത് കണ്ട് ടൈപ്പ് കാണാത്ത കണക്ക് തിരിഞ്ഞു കിടക്കും. ഉടനെ താൻ ചോദിക്കും, നീ ഇന്നും ക്ലാസ്സിൽ പോയില്ലേ, ഇന്നാ ഞാൻ ടെക്നോനെ കണ്ടത്, ഒരാഴ്ചയായിട്ട് നീ ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിരിക്കുകയാണ്, ക്ലാസ്സിലൊന്നും പോകുന്നില്ല എന്നറിഞ്ഞല്ലോ എന്ന് പറയും. ഉടനെ ടൈപ്പ് കലിപ്പായിട്ട് പറയും, ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടെ, നിനക്കെന്താ, നീ എന്തിനാ എന്റെ കാര്യമൊക്കെ അന്വേഷിക്കുന്നത്, എന്നെ എന്തിനാ വെറുതെ ശല്യം ചെയ്യുന്നത് എന്ന് ചോദിക്കും. എന്ത് ശല്യം ചെയ്യുന്നോ, ടെൻഷൻ അടിക്കുന്നതും ശല്യം ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, ഞാൻ നിന്റെ കാര്യം ഓർത്ത് ഒരുപാട് ടെൻഷൻ ആയിട്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചത് എന്ന് പറയും. ടൈപ്പ് ആണെങ്കിൽ ഒരുമാതിരി കളിയാക്കി ചിരിച്ചിട്ട് വയ്ക്കും, എന്ത് നീ എന്നെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നു, ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ചിരിയാണല്ലോടാ വരുന്നത് എന്ന് പറയും. താനുണ്ടേനോ, ഓ ചിരിയാണ് വരുന്നത്, അങ്ങനെയായാലും നീ ചിരിച്ചാ മതി, അത്രയും സന്തോഷം എന്ന് പറയും. നീ എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടക്കാന്ന് പറയാം. എനിക്കൊന്നും വേണ്ടാന്ന് പറയും, വാടാ അന്ന് ഫുഡെങ്കിലും കഴിച്ചിട്ട് കിടക്കുമെന്ന് പറഞ്ഞ് ഇവനെ വിളിക്കുമ്പോഴേക്കും ഇവന് ഭയങ്കര ദേഷ്യമായിട്ട് തിരിഞ്ഞിട്ട് പറയും, നിന്നോട് ആര് പറയടാ എനിക്ക് ഫുഡ് വാങ്ങിച്ചോണ്ട് വരാൻ, ഞാൻ നിന്നോട് പറഞ്ഞോ, എനിക്ക് ഫുഡ് ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരാൻ നിന്നോട് പറഞ്ഞോന്ന് ചോദിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ഇത് കേട്ട് താനാണ് ഭയങ്കര കലിപ്പായിട്ട് വരുന്ന കണക്ക് വന്നിട്ട് ഇവന്റെ കൈ രണ്ടും പിടിച്ചിട്ട് നേരെ മോളിൽ കയറി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും പിന്നെ ആണെങ്കിൽ പേടിയുണ്ട്. ടൈപ്പ് ഉടനെ വെറാന്ന് പറയും. ഉടനെ താൻ ഇവനെ ഹഗ് ചെയ്തിട്ട് ഇവന്റെ തോളിലോട്ട് ഇങ്ങനെ കിടന്നിട്ട് പറയും, വാടാ വന്ന് കഴിക്കടാ, ഞാനൊരു കേന്ന് പറഞ്ഞിട്ട് നീ എന്നെ വെറുത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ, നീ പക്ഷെ വന്ന് ഫുഡ് കഴിക്കടാന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കെഞ്ചും. ഇവനിങ്ങനെ കെഞ്ചുന്ന കേട്ടത് കൊണ്ട് തന്നെ ടൈപ്പ് വയ്ക്കും, എന്നെ പോലെ ഒരു മോശമായ ചെറുക്കൻ്റെ അടുത്ത് നീ എന്തിനടാ ഇങ്ങനെ കെഞ്ചുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും താൻ എഴുന്നേറ്റ് ഇങ്ങനെ ടൈപ്പിന്റെ മുഖത്തോട്ട് തന്നെ നോക്കി നിന്നിട്ട് പറയും, എനിക്കറിയാടാ ഇതില് നിന്റെ തെറ്റൊന്നും കാണത്തില്ല എന്ന് പറയും. അങ്ങനെയല്ലല്ലോ കോളേജിലുള്ള എല്ലാരും പറയുന്നത്, ഞാൻ തെറ്റിയതെന്നല്ല എല്ലാരും പറയുന്നത് എന്ന് ടൈപ്പ് പറയുമ്പോ താൻ പറയും, ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ നോക്കുമ്പോ നീ വെറും പാവമാണെന്ന് പറയും. ഇങ്ങനെ ഇപ്പൊ പാവമാണെന്ന് പറയുന്ന കേൾക്കുമ്പോഴേക്കും ടൈപ്പിന് ഒരുമാതിരി ഫീൽ ആയിട്ട് ഇവനെ തന്നെ ഇങ്ങനെ നോക്കി നിന്നിട്ട് പറയും, ഞാൻ ഗേകളെ മൊത്തം വെറുക്കുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഞാൻ നിന്നെയും വെറുക്കുന്നു, അപ്പോഴും നിനക്കൊരു കുഴപ്പമില്ലേ എന്ന് ചോദിക്കും. ടൈപ്പ് ഇങ്ങനെ ചോദിക്കുന്ന കേൾക്കുമ്പോൾ താൻ ഒന്നും വിട്ടത് കുറെ നേരം ഇങ്ങനെ അവന്റെ കണ്ണിലോട്ട് തന്നെ നോക്കിയിട്ട് പറയും, ഇല്ലടാ എനിക്കൊരു കുഴപ്പമില്ല, നീ എന്നെ വെറുത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴെല്ലാം നിന്റെ കൂടെയാന്ന് പറഞ്ഞിട്ട് ഇവന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറയും. എന്നിട്ട് പറയും, പറ ടൈപ്പ്, എന്നോട് പറ, നിന്റെ മനസ്സിലുള്ള എന്താ, നിനക്ക് എന്തോ വലിയ പ്രശ്നം ഉണ്ടെന്ന് എനിക്കറിയാം, എന്താണ് നീ എന്നോട് പറയടാന്ന് പറയും. താൻ ഇത്രയ്ക്കും കെഞ്ചി ക്യൂട്ടായിട്ട് ചോദിച്ചാ എങ്ങനെ പറയാതിരിക്കുമല്ലേ. ഉടനെ നമ്മുടെ ടൈപ്പും പറയും, എനിക്കൊന്നൊരു 11 വയസ്സുണ്ടാവൂടാ, എന്റെ അച്ഛന്റെ റെസ്റ്റോറന്റിലാണ് അയാൾ വർക്ക്
ചെയ്തിരുന്നത്. ഞാൻ എപ്പോഴും കണ്ടോണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാനൊരു ദിവസം ബോൾ ഇട്ട് കളിച്ചോണ്ടിരുന്നപ്പോൾ അയാൾ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കുറെ ഗ്രൗണ്ട് ഉണ്ട്, കുറെ ബോളൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ പോയി കളിക്കാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയിട്ട് എന്നെ അടിച്ചൊരു കസാര കെട്ടിയിട്ടിട്ട് എന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി. ഞാൻ ചെറിയ കുട്ടിയല്ലടാ, ഞാൻ അയാളുമായിട്ട് എങ്ങനെയാ വഴക്കൊക്കെ ഉണ്ടാക്കി പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് താനെ നോക്കിയിട്ട് പറയും, നീ അന്ന് എന്റെ കൂടെ ബാത്റൂമിൽ ഇരുന്നില്ലടാ, അതുപോലെ ഞാനും ഒരാളോട് ഇരുന്നിട്ടുണ്ട്, അത് എന്റെ 11 വയസ്സിലെന്ന് പറഞ്ഞിട്ട് ഇവൻ ഭയങ്കരമായിട്ട് കരയാണ്. ഇവനിങ്ങനെ കരയുന്നത് കാണുമ്പോ നമ്മുടെ താന്റെ മുഖം കാണണം, താന് സഹിക്കാനേ പറ്റുന്നില്ല. എന്നിട്ട് ടൈപ്പ് പറയും, അന്നത്തെ സംഭവം ഞാൻ ഇതുവരെ വന്നിട്ടില്ലടാ, അവിടെ മുഴുവൻ അഴുക്കായിരുന്നു, അന്നത്തെ ആ ഒരു സംഭവം, ആ ഒരു വേദന, ആ ഒരു ബുദ്ധിമുട്ട് എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കി പറയാൻ പറ്റാത്ത രീതി ഇവൻ ഭയങ്കരമായിട്ട് കരയാണ്. ഇവനിങ്ങനെ കരയുന്ന കാണുമ്പോ താന് സഹിക്കാൻ പറ്റാത്ത ഹക്ക് ചെയ്തിട്ട് പറയും, വേണ്ടടാ നീ ഇനി പറയണ്ട, ബാക്കി പറയണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ താനും ഭയങ്കരമായിട്ട് കരയും. അയ്യോ സത്യം പറഞ്ഞാൽ ഇതാ ഒരു ഫീലോടെ കണ്ടു കഴിഞ്ഞാൽ നമ്മളും കരഞ്ഞു. ടൈപ്പാണ് താനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, എനിക്ക് കേസിനെ ഇഷ്ടമല്ലടാ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടമേ അല്ല, എനിക്ക് അവരോട് വെറുപ്പാണ് എന്ന് പറയും. ഉടനെ താൻ പറയും, സാരമില്ലടാ, നിനക്ക് എത്ര വെറുപ്പാണെങ്കിലും കുഴപ്പമില്ല, എനിക്കതൊന്നും കുഴപ്പമില്ലടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടൈപ്പിന്റെ കൂടെ താനും കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇവരാണ് ഭയങ്കര സീരിയസ് ആയിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ കഥ പൊക്കോണ്ടിരിക്കുമ്പോ ഇവർ തൊട്ടപ്പുറത്തെ മുറിയിൽ 2 പേരുണ്ടല്ലോ, ആ കേപ്പോപ്പും അവന്റെ ഫ്രണ്ട് ആണെങ്കിൽ ഭിത്തി ചെവി വെച്ച് ഒളിഞ്ഞിരുന്ന് മുഴുവനും കേട്ടോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് കേപ്പോപ്പ് ഇങ്ങോട്ട് വന്നിട്ട് പറയും, നിനക്ക് വേറെ ഒരു ജോലി ഇല്ലടാ, ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാത്ത് കേട്ടോണ്ടിരിക്കുന്നതിൽ ഒരു നാണം ഇല്ലെന്ന് ചോദിക്കുമ്പോ പറയും, ഓടാ അവര് നമ്മുടെ അടുത്തുള്ള റൂമിലുള്ളവരല്ല, അവരെ കുറിച്ച് നമ്മളല്ലാതെ വേറെ ആര് ടെൻഷൻ അടിക്കാനാടാന്ന് പറയും. ഓ അപ്പുറത്തെ റൂമിലുള്ളവരെ കുറിച്ചൊക്കെ നിനക്ക് നല്ല ചിന്തയാണ്, കൂട്ടത്തിലുള്ള എന്നെ നീ മൈൻഡ് പോലും ചെയ്യത്തില്ല എന്ന് പറയും. ഈ ഫ്രണ്ടാണ് ഇതൊന്നും കേൾക്കത്തില്ല, അവൻ അപ്പുറത്തെന്തുവാ നടക്കുന്നത്, ഈ വർത്താനം പറയുന്ന സമയത്ത് അപ്പുറത്തെന്തെങ്കിലും മിസ്സാകുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഭിത്തിയിലോട്ട് ചെവി വെച്ചോണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം ശ്രദ്ധിക്കാൻ മറന്നുപോയി. അവൻ എന്താ അവസാനം പറഞ്ഞത്, അതായത് കേപ്പോപ്പ് എന്താ പറഞ്ഞത്, അപ്പുറത്തെ റൂമിലുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ വരെ നീ ശ്രദ്ധിക്കും, കൂട്ടത്തിലുള്ള എന്റെ കാര്യം നീ മൈൻഡ് ചെയ്യില്ല എന്ന്. അതിലെന്തോ ഒരു അർത്ഥം ഉണ്ടല്ലോ, അത് നമ്മൾ പ്രത്യേകം നോക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നേരെ സിംഗട്ടെ നമ്മുടെ ടൈപ്പിന്റെ പ്രശ്നമാണ്. അവന്റെ പ്രശ്നം യൂണിവേഴ്സിറ്റി സാർ വരെ അറിഞ്ഞിരിക്കുന്നത്. ഈ പോസ്റ്റ് ചെയ്ത 2 പേരെ നമ്മുടെ ടൈപ്പിനെയും വിളിച്ച് 3 പേരെയും കൂടെ ഓഫീസിൽ വിളിച്ചിട്ട് 3 പേർക്കും വാണിംഗ് കൊടുത്തു വിടും. ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയത് ഉടനെ ഇവർ 2 പേരും നമ്മുടെ ടൈപ്പിനോട് ചോദിക്കും, ഇത്രയൊക്കെ പ്രശ്നം തന്നിട്ട് നിനക്ക് ഒരു മാറ്റം ഇല്ലല്ലോ, ഇനിയെങ്കിലും നീ ഞങ്ങളുടെ സോറി ചോദിക്കുന്നോന്ന് ചോദിക്കുമ്പോഴേക്കും ടൈപ്പ് ഭയങ്കര കലിപ്പായിട്ട് പറയും, ഞാൻ എന്തിനു നിങ്ങളുടെ സോറി ചോദിക്കണം, ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, സത്യം പറഞ്ഞാൽ തെറ്റ് ചെയ്ത് നിങ്ങളല്ലേ എന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയത്, നിങ്ങളുടെ നല്ല സമയം, ആ സമയത്ത് എനിക്ക് പോലീസിനൊന്നും വിളിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും സോറി പറയത്തില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോ ഈ പെണ്ണിന് ഭയങ്കര ദേഷ്യപ്പെട്ട് എന്തോ പറയാൻ വരുമ്പോഴേക്കും ഉടനെ ടൈപ്പ് പറയും, ഞാനൊന്നും സോറി പറയത്തില്ല, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് അങ്ങോട്ട് പോകും. ഇവനങ്ങോട്ട് പോകാൻ വരുമ്പോഴേക്കും നമ്മുടെ താൻ അവിടെ നിന്ന് ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വരുവാണ്. താനെ കണ്ടവൻ ടൈപ്പ് ഉണ്ടെന്ന് ചോദിക്കും, നീ ഇവിടെ എന്ത് ചെയ്യുവാന്ന് ചോദിക്കുമ്പം പറയും, നീ റൂമിലോട്ട് വെക്കോ, ഞാൻ അവരോട് കുറച്ച് സംസാരിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് താൻ അങ്ങോട്ട് പോകും. താൻ അങ്ങോട്ട് പോയും ടൈപ്പ് ഉണ്ടതിനെ മനസ്സിലാലോചിക്കും, ഓ നീ അവസാനം ഇവരോടെ തന്നെ ചേർന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവൻ നേരെ റൂമിലോട്ട് പോകും. അങ്ങനെ ടൈപ്പാണ് റൂമിൽ അതിങ്ങനെ ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും താൻ വരും. താൻ വന്നതും കട്ടിലെ നിന്നിട്ട് നേരെ അവന്റെ അടുത്ത് നിന്നിട്ട് ചോദിക്കും, നീ എന്തുവാടാ അവരോട് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ താൻ പറയും, ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല, എന്താന്ന് ചോദിക്കുമ്പോഴേക്കും ഫോൺ എടുത്ത് കാണിക്കും. അതും ഭയങ്കര കലിപ്പായിട്ട് പറയും, നീ ഇത് കണ്ടോ ഈ കമന്റ് ഒക്കെ, ഇത്ര നേരം എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നവരെല്ലാം പാവാണ് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നുണ്ടല്ലോ, ഇത്ര പെട്ടെന്ന് ഇത്ര മാറ്റം വരുന്ന രീതി നീ അവരോട് എന്തുവാടാ പറഞ്ഞത് എന്ന് ചോദിക്കും. ഇത് കണ്ടത് താൻ ചിരിച്ചുകൊണ്ട് പറയും, ആഹാ നല്ല കമന്റ് ഒക്കെ വരുന്ന, അങ്ങനെയാണ് ഐഡിയ വർക്കൗട്ടായി തുടങ്ങി എന്ന് പറയും. ടൈപ്പ് ഭയങ്കര കലിപ്പായിട്ട് താന്റെ ഷർട്ടിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയും, ഞാൻ ചോദിച്ചതിന് സമാധാനം പറയടാ, നീ അവർക്ക് എന്തുവാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, എന്തിനാടാ നീ ഇതിന്റെ പുറകെ പോകുന്നത്, ആ പ്രശ്നമല്ല ഒരു വഴിക്ക് സോൾവ് ആയില്ലേ, ഇത്രയും മാത്രം നീ അറിഞ്ഞ പോരെ എന്ന് ചോദിക്കുമ്പോ ഇവന് ഭയങ്കര ദേഷ്യമാണ്. ഉടനെ ചോദിക്കും, ഞാൻ ഇന്നലെ നിന്നോട് മാത്രമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ നീ അവരുടെ അടുത്തെല്ലാം ചെന്ന് പറഞ്ഞല്ലേ എന്ന് ചോദിക്കും. ഇങ്ങനെ ചോദിച്ചിട്ട് നമ്മുടെ താനെയാണെങ്കിൽ ഭയങ്കരമായിട്ട് ചീത്തയൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടോണ്ടിരിക്കുക. ഇത് കണ്ടിട്ടുണ്ടെ തന്നെ താൻ പറയും, ഒന്ന് നോക്കടാ, നീ ഒന്ന് സമാധാനത്തിൽ സംസാരിക്കും, നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം, നീ എന്നെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചിലപ്പോൾ ക്ഷമിക്കുമായിരിക്കും, പക്ഷെ പുറത്തുള്ളവരൊക്കെ അങ്ങനെ ക്ഷമിക്കണമെന്നില്ല, അതുകൊണ്ട് ഇനിയെങ്കിലും സൂക്ഷിച്ച് സംസാരിക്കും. പിന്നെ നീ ചോദിച്ചില്ലേ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോന്ന്, ഞാൻ ആ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്ന നിൽക്കുമ്പോൾ ടൈപ്പിന് ഷോക്കാണ്. എന്നിട്ടേക്കും നീ ആ കാര്യം ഒന്നും പറഞ്ഞില്ല, പിന്നെ ഇത്രയും സമയം കൊണ്ട് എല്ലാരും എന്നോട് ക്ഷമിച്ച് നല്ല കമന്റ് സോറി ഒക്കെ പറയുന്ന രീതി നീ എന്തുവാ പറഞ്ഞത് എന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ താന്റെ മുഖത്തൊരു ചിരിയൊക്കെ ഉണ്ട്. താൻ പതുക്കെ ക്ലോസ് ആയി ടൈപ്പിന്റെ അടുത്ത് വന്നിട്ട് പറയും, ഞാൻ എന്തോ പറഞ്ഞതെന്നാ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ പ്രണയിക്കുന്നെന്നാ പറഞ്ഞത് എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്കും ടൈപ്പിന് ഷോക്കായിട്ട് താനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. താൻ നേരെ ആ പ്രശ്നം ഉണ്ടാക്കിയ 2 പേരെടുത്തും ചെല്ലത്തില്ലേ, എന്നിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയാണ്. താനുണ്ട പറയും, ഞാനും ഒരു ഗേയാന്ന് പറയുമ്പോ ആ പെണ്ണ് പറയാം, ആ അത് കണ്ടാലേ നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്, നീ ആ ചെറുക്കന്റെ കൂടെ എന്ത് ചെയ്യും, അവനാണെങ്കിൽ ഗേകളൊന്നും ഇഷ്ടമേ അല്ലല്ലോ, നിന്നെപ്പോലെ ഇങ്ങനെ ഹാൻസം ആയിട്ടുള്ള ഗേകളൊക്കെ അവന് ഇഷ്ടമാണോ എന്ന് ചോദിക്കും. ഉടനെ പറയില്ല, അവന് ഒരു തരത്തിലുള്ള ഗേകളെ ഇഷ്ടമല്ല, ഞങ്ങൾ 2 പേരും എപ്പോഴും വഴക്ക് തന്നെയാണ്, പക്ഷെ എന്തൊക്കെ വഴക്കിട്ടെന്ന് പറഞ്ഞാലും അവനൊരു പാവമാണ്, അവന്റെ കൂടെ കൂടുതൽ അവനെ മനസ്സിലാക്കാൻ നോക്കുമ്പോഴേ അവൻ എത്ര നല്ല ചെറുക്കനാണെന്ന് മനസ്സിലാകത്തുള്ളൂ എന്ന്
പറഞ്ഞിട്ട് പതുക്കെ പറയും, എനിക്ക് അവനെ ഇഷ്ടമാണ്, ഞാൻ അവനെ പ്രണയിക്കുന്നുണ്ട്, അവനെന്നിൽ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ അവനെ നല്ലപോലെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയും. ഇത് കേൾക്കുന്ന രണ്ടുപേർക്കും ഭയങ്കര ഷോക്കാണ്. കാരണം ഒരു ഗേ ഒരു സ്ട്രേറ്റ് ബോയിനെ അപ്രോച്ച് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് സ്വാഭാവികമായിട്ട് അറിയാം. അതിനെക്കാട്ടി ഇവ മൊറ സ്ട്രേറ്റ് ബോയ് ഭയങ്കര കലിപ്പനും കൂടെ അല്ലേ. അവർ രണ്ടുപേരും ഷോക്കാവും. താനോട്ട് തന്നെ പറയും, നിങ്ങൾ നിർബന്ധിച്ച് അവനോടെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു, അത് മാത്രമല്ല നിങ്ങൾ തീർച്ചയായിട്ടും അവനെ തൊട്ടിട്ടുണ്ടായിരിക്കും, അതാവൻ ദേഷ്യപ്പെട്ടതെന്ന് പറയുമ്പോ ചെറുക്കൻ പറയും, തൊട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും തൊട്ടൊന്നുമില്ല, ടെക്നോയുടെ ഫ്രണ്ട് അല്ലേന്ന് വെച്ച് കുറച്ച് കൂളായിട്ട് പെരുമാറി എന്ന് പറയുമ്പോ ഞാൻ പറയും, നിങ്ങൾ അവനെ തൊട്ട് കാണും, തൊട്ടപ്പോ അവൻ എന്താ തോന്നിയത്, ഞാൻ അവനെ അപ്രോച്ച് ചെയ്ത കാര്യങ്ങളായിരിക്കും അവന് ഓർമ്മ വന്നത്, അല്ലാതെ നിങ്ങളോടുള്ള ദേഷ്യത്തിലൊന്നും അവൻ പെരുമാറിയതല്ല, സത്യം പറഞ്ഞാൽ ദേഷ്യം എന്നോടാണ് എന്ന് പറയും. ഇത് കേട്ടതുകൊണ്ട് ആ ലേഡി ചോദിക്കോ, അപ്പൊ അവന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, തെറ്റല്ല ഞങ്ങളുടെ ഭാഗത്താണെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോ പറയും, ഞാൻ ആരുടെയും ഭാഗത്ത് തെറ്റെന്ന് പറഞ്ഞില്ല, എല്ലാ തെറ്റും എന്റെയാണ്, ടൈപ്പിന് പകരം ഞാൻ നിങ്ങളടുത്ത് സോറി ചോദിക്കുന്നത്, അവൻ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്, ഇനി അവൻ സങ്കടപ്പെടുന്ന കാണാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് നിങ്ങൾ എല്ലാരും ക്ഷമിക്കണം, തെറ്റെല്ലാം എന്റെയാണ്, സോറി എന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ട് കെഞ്ചും. ഇവനിങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് വേണ്ടി ഇങ്ങനെ കെഞ്ചുന്നതും, അതായത് ഇവൻ ടച്ച് ചെയ്ത് അത് അവന് ഇഷ്ടമല്ല, അപ്പം ഇവര് ടച്ച് ചെയ്തപ്പോ ഇവൻ ടച്ച് ചെയ്ത പോലെ തോന്നിയത് കൊണ്ടാണ് അവൻ ദേഷ്യപ്പെട്ടത് എന്നൊക്കെ ഇവൻ ഏറ്റുപറയുന്ന കേൾക്കുമ്പോൾ ഇവരുടെ മനസ്സൊക്കെ കുറച്ച് അലിയൊക്കെ ഓക്കെ എന്നൊക്കെ പറയും. ഇങ്ങനെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം താനിപ്പം ടൈപ്പിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് ടൈപ്പാണ് ഒരുമാതിരി ഇങ്ങനെ താൻ നോക്കുമ്പോൾ താൻ ചോദിക്കും, എന്തുവാടാ നീ എനിക്ക് എന്നെ വിശ്വാസം ഇല്ലാത്ത പോലെ എന്ന് ചോദിക്കുമ്പോൾ പറയും, എങ്ങനെ വിശ്വസിക്കാനാടാ, നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് പറഞ്ഞു, എന്നെ അപ്രോച്ച് ചെയ്ത് ടച്ച് ചെയ്തെന്ന് പറഞ്ഞു, അവര് ടച്ച് ചെയ്തപ്പോ എനിക്ക് തോന്നിയതാന്ന് പറയുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവര് വിശ്വസിച്ചിട്ട് എന്നെ ക്ഷമിക്കുവോ എന്ന് പറയാം, അതൊക്കെ വെറുതെ നിന്റെ കൊച്ചിലെ നിനക്ക് നടന്ന കാര്യമില്ല, അതിന് നീ പോലീസ് കംപ്ലൈന്റ് ഒന്നും കൊടുത്തില്ലേന്ന് ചോദിക്കും. കാര്യം കേട്ടത് ടൈപ്പ് ഭയങ്കര സങ്കടമായിട്ട് പറയും, കേസൊക്കെ അച്ഛൻ കൊടുത്ത്, നീ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ആ കേസ് ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിരുന്നു, ഞാനെന്നെ ന്യൂസിലൊക്കെ ഹെഡ്ലൈൻ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്, അത് എന്റെ പേര് ഇതൊന്നും പറഞ്ഞില്ല, ടൈപ്പ് എന്ന് പറയുന്ന ചെറുക്കന് മാത്രം ഇങ്ങനെ സംഭവിച്ചുള്ളൂ എന്ന് പറഞ്ഞു, പക്ഷെ എന്റെ വീടിനടുത്തുള്ള ആൾക്കാർക്ക് അത് ഞാനാന്ന് മനസ്സിലായി തുടങ്ങിയ പിന്നെ എല്ലാരും എന്നെ ഒരുമാതിരി സിമ്പതിയോടെയാണ് നോക്കുന്നത്, അയ്യോ ചെറുക്കൻ പാവമുണ്ടല്ലേ എന്നുള്ള രീതിയിലാണ് എല്ലാരും എന്നെ നോക്കുന്നത്. പിന്നെ എല്ലാരും എന്റെ ചെവിക്ക് കേക്ക് തന്നെ പറയാൻ തുടങ്ങി, ചെറുക്കൻ പാവമുണ്ട് എന്ന്. അത് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അന്ന് എന്ത് സംഭവിച്ചു, വലുതായിട്ടൊന്നും സംഭവിച്ചില്ല, അതുപോലെ തന്നെ ഇന്നും ഞാൻ കംപ്ലൈന്റ് കൊടുത്താലും വലുതായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, എന്താണെന്നറിയത്തില്ല, എന്റെ ജീവിതം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ചുറ്റിനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ഭയങ്കര വെറുപ്പാണെന്നുള്ള രീതിയിൽ ഇവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും താൻ പറയും, ടൈപ്പ് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അവരുടെ അടുത്ത് വെറുതെ ഒരു ആവേശത്തിന് വേണ്ടി നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞതല്ല, എനിക്ക് സത്യമായിട്ട് നിന്നെ ഇഷ്ടമാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഇവിടെ ടൈപ്പിനാണ് ഒരുമാതിരി ഷോക്കായിട്ട് ഇങ്ങനെ താനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പൊന്നെ, ഇത് അടുത്ത പണിയാണല്ലോ എന്നായിരിക്കും അവൻ ആലോചിക്കുന്നത്. ഇത് കേട്ടത് ഷോക്കായിട്ട് ടൈപ്പിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കട്ടിലേക്ക് കയറി തിരിഞ്ഞ് ഒറ്റക്കിടപ്പാണ്. ഇവനിങ്ങനെ പെട്ടെന്ന് കയറി കിടക്കുന്ന കാണുമ്പോഴേക്കും താനും ചിരി വരും. താനും ചിരിച്ചോണ്ട് ഇവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇവിടെ നീര് സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന പിറ്റേ ദിവസം കോളേജിലാണ്. ടൈപ്പ് ആണെങ്കിൽ ഇരുന്നിങ്ങനെ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുകയാണ്. ടെക്നോറിന് ഓട്ടി ഇവന്റെ അടുത്തോട്ട് വന്നിട്ട് പറയും, ടൈപ്പ് താന് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് അറിഞ്ഞല്ലോ എന്ന് പറയും. ഇത് കേട്ടതും ജ്യൂസ് കുടിച്ചോണ്ടിരുന്ന ടൈപ്പിന്റെ വായിന്ന് ജ്യൂസ് എല്ലാം കൂടെ തെറിച്ച് ടെക്നോയുടെ മുഖത്തോട്ട് വീഴും. മുഖത്തെല്ലാം ജ്യൂസ് വീണത് അത് തുടച്ചോണ്ട് ടെക്നോ പറയും, ഞാനിപ്പോ എന്ത് ചോദിച്ചാൽ എന്റെ മുഖത്തോട്ട് നീ തുപ്പാനായിട്ട് നീക്കും. ഉടനെ ടൈപ്പ് വയ്ക്കും, നീ എന്തുവാടാ പറഞ്ഞതെന്ന് ചോദിക്കും. പറയും, എന്തുവാ പറഞ്ഞതെന്നോ, താനാണ് മറ്റു രണ്ടുപേരുടെ അടുത്തേന്ന് പറഞ്ഞിട്ട് അവന് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന്. അത് തന്നെയല്ല, നിനക്ക് അവനോട് ഒരു ഇൻട്രസ്റ്റും ഇല്ല, അവനാണ് നിന്നെ ഡെയിലി അപ്രോച്ച് ചെയ്തോണ്ടിരിക്കുന്നത്, അവര് തൊട്ടപ്പോ അവൻ തൊട്ട പോലെ നിനക്ക് തോന്നിയത് കൊണ്ടായിരിക്കും അവരോട് ദേഷ്യപ്പെട്ടത്, അതുകൊണ്ട് നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, എല്ലാ തെറ്റും അവന്റെ ഭാഗത്താണെന്നാ പറഞ്ഞിരിക്കുന്നത്. അതന്നല്ലടാ നമ്മുടെ താനിത് എന്ത് പറ്റി, അവൻ ഇങ്ങനൊക്കെ ചെന്ന് പറഞ്ഞെന്താ, അത് തന്നെയല്ലടാ ടൈപ്പ്, ശരിക്കും ഇനി അവന് നിന്നെ എങ്ങനെ ഇഷ്ടമാണെങ്കിലും അവന്റെ അവസ്ഥ എന്തുവായിരിക്കൂടാ ചോദിക്കും. ഇവനിങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോഴേക്കും നമ്മുടെ ടൈപ്പാണ് കലിപ്പായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ പറയും, അല്ലടാ ശരിക്കും ഇനി അവനെങ്ങനെ ഇഷ്ടമാണെങ്കിലോ, നീ ഒരു മെന്റലാന്ന് ദേഷ്യക്കാരനാന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം, അവൻ താന്റെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടം എന്ന് പറയും. ഇതും കൂടെ കേൾക്കുമ്പോഴേക്കും ടൈപ്പിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ദേഷ്യമായിട്ട് വരുമ്പോഴേക്കും ടെക്നോ പറയും, ശരി കൽപ്പിക്കൊന്നും വേണ്ട, ഞാൻ പോയി ഫുഡ് വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകും. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് അന്നുമായിട്ട് റൂമിലാണ്. താനാണ് റൂമിൽ ഇരുന്ന് പഠിച്ചോണ്ടിരിക്കുകയാണ്. ഉടനെ ടൈപ്പ് അങ്ങോട്ട് വരും. വന്ന് ടൈപ്പിനെ കണ്ടത് ഉടനെ വയ്ക്കും, ടൈപ്പ് ഇന്ന് ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. പറയും, ക്ലാസ്സോ, ഒന്ന് പോടാ, നീ നിന്റെ കാര്യം നോക്കി പോടാന്ന് പറയും. എന്നിട്ട് പറയും, നീ എന്താ നേരത്തെ വന്നതെന്ന് ചോദിക്കും. ഉടനെ തന്നെ താൻ അതിപ്പിടിച്ച് കയറും. നീ എന്നെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഇത് കേട്ടിട്ട് കലിപ്പായിട്ടാണ് ടൈപ്പ്, പിന്നെ നിന്നെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാതെ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, ഒന്ന് പോയി വല്ല പണിയുണ്ടെങ്കിൽ നോക്കടാന്ന് പറയും. എന്താ നീ നേരത്തെ വന്നതെന്ന് ചോദിക്കും. പറയും, എക്സാം ഒക്കെ വരുമല്ലേ, ഞാൻ അതുകൊണ്ടാണ് നേരത്തെ വന്ന് പഠിക്കാൻ വേണ്ടി, പിന്നെ നിനക്ക് ഡിന്നർ മേടിച്ച് വെച്ചിട്ടുണ്ട്, നീ അതെടുത്ത് കഴിക്കുന്ന പറയുമ്പോൾ ടൈപ്പ് പറയാം, ഞാൻ കഴിച്ചിട്ടാ വന്നതെന്ന് പറയും. നീ കഴിച്ചിട്ടാണോ വന്നത്, എന്നാ എടുത്ത് വെക്ക്, പിന്നെ കഴിക്കാന്ന് പറയും. ഇങ്ങനെ ഇവന് ഓവറായിട്ട് കെയർ ചെയ്യുന്ന കാണുമ്പോഴേക്കും ടൈപ്പിന് കലി വന്നിട്ട് തിരിച്ചിട്ട് പറയും, എന്തുവാടാ നീ എന്തിനാ എന്നെ ഇപ്പൊ ഇത്രയധികം കെയർ ചെയ്യുന്നതെന്ന് ചോദിക്കും. പറയും, ഞാൻ എന്ത് ചെയ്യാനാടാ, എന്റെ ക്രഷിനെ ഞാൻ നല്ലപോലെ നോക്കണമെന്ന് വിചാരിക്കുന്നു, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിക്കും. ഇവനിങ്ങനെ കോമഡി ആയിട്ട് പറയുന്നത് കേട്ടതും കലിപ്പായിട്ട് സീരിയസ് ആയിട്ട് ഉണ്ടായിരുന്ന ടൈപ്പ് വയ്ക്കും. അതൊക്കെ വിട്, ഞാൻ നിന്നോട് സീരിയസ് ആയിട്ട് വയ്ക്കുക, നീ എന്തിനാ എന്നെ ഇങ്ങനെ കെയർ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഇപ്പൊ നമ്മുടെ താൻ മാട്ടറിലോട്ട് വരും. ചിരിച്ചോണ്ട് തന്നെ താൻ
പറയും എനിക്ക് നിന്റെ കൂടെ ഇന്റിമേറ്റ് ആയിട്ട് ഇരിക്കണോടാന്ന് പറയും. ഇത് കേൾക്കുമ്പോ ടൈപ്പിന് ദേഷ്യമായിട്ട് പറയും, എടാ ചുമ്മാ കളിക്കില്ല, നീ കാര്യം പറ, നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കും. താനാണെങ്കിൽ എന്ത് പറഞ്ഞാലും ചിരിയാണല്ലോ, ചിരിച്ചോണ്ട് പറയും ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞടാ, എനിക്ക് നിന്റെ അടുത്ത് ഇന്റിമേറ്റ് ആയിട്ട് ഇരിക്കണം. ടൈപ്പാണ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാൻ വരുമ്പോ താൻ പറയും, എടാ നിക്കണ നീ ദേഷ്യമൊന്നും പെടില്ല, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടാ, എനിക്ക് നിന്റെ കൂടെ ഇന്റിമേറ്റ് ആയിട്ട് ഇരിക്കണം, പക്ഷെ ഇപ്പഴല്ല, ഞാൻ നിന്നോട് പറഞ്ഞില്ല എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. എനിക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്രോച്ച് ചെയ്ത് നീ സെറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഇന്റിമേറ്റ് ആയിട്ട് ഇരുന്നാൽ മതി. നീ തന്നെ ആലോചിച്ച് നോക്കും, നിനക്ക് മനസ്സിലാവും. പിന്നെ ഒരു കാര്യം, ഞാനങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോ അപ്രോച്ചിൽ നീ വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും ഞാൻ ഉത്തരവാദിയൊന്നും അല്ല, നീ വെറുതെ മയങ്ങിട്ട് പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറയും. ഇത് കേൾക്കുമ്പോഴേക്കും ടൈപ്പിന് ദേഷ്യമാണ്. ഉടനെ ടൈപ്പ് പിന്നെ നീ അപ്രോച്ച് ചെയ്തോണ്ടാണ് ഞാൻ മയങ്ങാൻ പോവല്ലേ, എനിക്ക് വേറൊരു പണിയില്ല, ഇതൊക്കെ നടക്കുമെന്ന് നീ ചുമ്മാ പകൽ സ്വപ്നം കണ്ടോണ്ടിരുന്നോളാൻ പറയുമ്പോഴേക്കും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ താനാണെങ്കിൽ ചിരിക്കും. താനിങ്ങനെ ചിരിക്കുന്നുണ്ടോ ടൈപ്പ് ഇങ്ങനെ ഒരുമാതിരി താനെ നോക്കിയിരിക്കുകയാണ്. ഇവനിങ്ങനെ നോക്കുന്നുണ്ട്. ഉടനെ തന്നെ താൻ പറയും, ടൈപ്പ് നീ എന്നെ ഇങ്ങനെ നോക്കുന്ന കാണുമ്പോഴേ മനസ്സിലാവും ഓൾറെഡി നീ എനിക്ക് വീണിരിക്കുവല്ലേടാന്ന് ചോദിക്കും. ടൈപ്പ് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ തിരിയും. ടൈപ്പ് തിരിയുന്ന കാണുമ്പോ താന് ചിരിയാണ്. താനാണ് ടൈപ്പിനെ തന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചിരിക്കല്ലേ താനേ, ഈ ചിരിയൊന്നും താങ്ങാനുള്ള ശക്തി എനിക്കില്ല. എന്ത് രസമാണ് ചിരിക്കുന്നതാണ്, ഒടുക്കത്തെ ക്യൂട്ട്നെസ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന ഈ എപ്പിസോഡിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സീനാണ്. നേരെ നോക്കിയാലോ, പിറ്റേ ദിവസം രാവിലെ നമ്മുടെ താനാണ് ഇങ്ങനെ കട്ടിലേക്ക് കിടന്നുറങ്ങാണ്. ഉടനെ തന്നെ ടൈപ്പ് എന്ത് ചെയ്യും, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മേടിച്ചു വെച്ചിട്ട് വന്നിട്ട് താനെ ചവിട്ടും. ഇങ്ങനെ ചവിട്ടി വിളിച്ചിട്ട് പറയാം, എഴുന്നേക്കടാ, മണി 10 നേരെ വളർത്തുന്ന എഴുന്നേക്ക് എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞിട്ട് ടൈപ്പ് എന്ത് ചെയ്യും, നേരെ പോയി ടേബിളിൽ ഇരിക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി. താനാണ് ഒരു പരുവത്തിന് എഴുന്നേറ്റ് നേരെ അവിടെ വന്നിരിക്കും. ഇരുന്നോണ്ടാണ് ടൈപ്പ് വയ്ക്കും, നീ എന്തിനാണ് ഇത്രയും കുടിച്ചത്, നീ ഇങ്ങനെ കുടിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയും. എന്റെ സീനിയേഴ്സ് ഒക്കെ ഒരുപാട് നിർബന്ധിച്ചടാ, അതാ ഞാൻ ഇങ്ങനെ ഇത്രയും കുടിച്ചത്. ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇന്ന് ക്ലാസ് ഇല്ലാഞ്ഞിട്ട് നീ എന്താ എന്നോട് വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കും. ഇത് കേട്ടിട്ട് നമ്മൾ ടൈപ്പ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ കുറുകുറുന്ന് പറഞ്ഞ് ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. കുറെ നേരം ഇങ്ങനെ നോക്കി സമാധാനമായിട്ട് പറയാം, പിന്നെ നീ ഞാനുമായിട്ട് ഇന്റിമേറ്റ് ആയിട്ട് ഇരിക്കാന്ന് പറയും. ഓ മൈ ഗോഡ്, ഞാൻ എന്തുവായി കേൾക്കുന്നത്, ഇത് സത്യമാണോ സ്വപ്നമാണോ, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ, ഇവനിത് എന്ത് പറ്റി, നീ എൻ്റെ കൂടെ ഇന്റിമേറ്റ് ആയിട്ട് ഇരുന്നോ എന്ന് പറയുന്നത് കേൾക്കുന്നത് നമ്മുടെ താനാണ് ഷോക്കാണ്. കയ്യിരിക്കുന്ന സ്പൂണൊക്കെ താഴെ പോയിട്ട് ഷോക്കായിട്ട് ടൈപ്പിനെ നോക്കിട്ട് ചോദിക്കും, നീ എന്തുവാടാ പറഞ്ഞത്, ഞാൻ എന്തോ പറഞ്ഞത്, നീ എൻ്റെ കൂടെ ഇന്റിമേറ്റ് ആയിട്ട് ഇരുന്നോന്ന്. ഇവൻ പറഞ്ഞത് സത്യമാണോ കള്ളാണോ എന്നറിയാതെ ഇവർ ഒരുമാതിരി ഷോക്കിൽ തന്നെ ഇവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം പെട്ടെന്ന് കേൾക്കുമ്പോഴേക്കും നമുക്കൊരു റിയാക്ഷൻ ഉണ്ടല്ലോ. താനാണെങ്കിൽ അങ്ങനെ തന്നെ ടൈപ്പിനെ നോക്കിയിരിക്കുകയാണ്. താനാണ് ഇങ്ങനെ ഷോക്കായിട്ട് ഇരിക്കുന്നതിന് ടൈപ്പ് നോക്കിയിട്ട് പറയും, നീ പിന്നെ വേറൊന്നും വിചാരിക്കൊന്നും വേണ്ട, നീ എന്നെ കുറെ ഹെൽപ്പ് ചെയ്തില്ല, അത് ഞാൻ എന്തെങ്കിലും റിട്ടേൺ ചെയ്യണ്ടേ, അതിനുവേണ്ടി ഇത് സമ്മതിച്ചത്, അല്ലെങ്കിൽ പിന്നെ അതൊക്കെ ഇവിടെ കടമായിട്ട് കിടക്കത്തില്ലേ എന്ന് പറയും. എങ്ങനെയുണ്ട് എന്റെ പൊന്ന് ടൈപ്പ്, നിനക്ക് റിട്ടേൺ ചെയ്യാൻ വേറെ ഒരു മാർഗവും കണ്ടില്ല, ഒരു വഴിയില്ല കേട്ടോ, അവസാനത്തെ വഴി. പാവം ചെറുക്കൻ എങ്ങനെയെങ്കിലും ആ നന്ദിയൊക്കെ തിരിച്ച് പറഞ്ഞു തീർക്കണ്ടേ, അതിനുവേണ്ടി അവൻ കണ്ടുപിടിച്ചൊരു വഴി. കൊള്ളാം, നടക്കട്ടെ. എന്തായാലും നമ്മള് ഹാപ്പിയാണ്. അത് മതി. ഇതെല്ലാം കേട്ട് എന്നിട്ട് താനാണെങ്കിൽ ഒന്നും പിടിക്കത്തില്ല. താൻ പറഞ്ഞേക്കും, എന്തുവാടാ ഹെൽപ്പ് ചെയ്ത് എന്നെ റിട്ടേൺ ചെയ്യാൻ പോകുന്നോ? ആടാ, നീ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തില്ലേ, ഒരു നാള് നീ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ചെയ്ത ഹെൽപ്പിനൊക്കെ നീ ഒന്ന് റിട്ടേൺ ചെയ്തില്ലല്ലോ, നീ എന്തോ എനിക്ക് റിട്ടേൺ ചെയ്യാൻ പോകുന്നത് നീ എന്നോട് ചോദിക്കാൻ പാടില്ല. അതിനുവേണ്ടി ഓരോരോ സമയം നമ്മൾ തമ്മിൽ ഇന്റിമേറ്റ് ആയിട്ടിരിക്കും, അതോടെ നമുക്കിടയിലുള്ള എല്ലാ ബന്ധങ്ങളും തീർന്നു എന്ന് പറയും. പിന്നെ ഒരു കാര്യം കൂടെ നീ ഓർത്ത് വെച്ചോ, ഈ കാര്യം വെച്ചിട്ട് ഞാൻ നിന്നെ ഡേറ്റ് ചെയ്യുമെന്ന് നീ വിചാരിക്കരുത്, അത് സ്വപ്നത്തിൽ പോലും നടക്കത്തില്ല എന്ന് പറയും. ഇവരിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ ഇവ പറഞ്ഞെല്ലാം കൂടെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ താൻ തിരിച്ചു പറയും, ഓഹോ, ഞാൻ ചെയ്ത ഹെൽപ്പിന് റിട്ടേൺ ആയിട്ട് നീ ഒരേ ഒരു തവണ എന്റെ കൂടെ ഇന്റിമേറ്റ് ആയിട്ടിരിക്കാം അല്ലേ? ടൈപ്പ് ഉണ്ടെ താൻ നോക്കിട്ട് അതെ ഉടനെ അതും ഒരേ ഒരു ടൈം അല്ലേ? അതേടാ ഒരേ ഒരു ടൈം, അതും പോണാ പോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയും. ഇവനിങ്ങനെ പറയുന്നിട്ട് താൻ ഒരുമാതിരി കളിയാക്കി ഇവനെ ചിരിക്കും. ഉടനെ ടൈപ്പ് കലിപ്പായിട്ട് പറയും, എന്താ ഞാനിപ്പം ചോദിച്ചില്ല, അക്കരത്തെ നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോ എന്താ പറയും, ഓക്കെ കൊള്ളാം, നമ്മുടെ ചെറുക്കനെ എപ്പോഴേ ഓക്കെ. ഉടനെ താൻ പറയും, ഞാൻ ഓക്കെയൊക്കെയാണ്, പക്ഷെ ആരാ ടോപ്പ് എന്ന് ചോദിക്കും. അത് തന്നെ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വേണം ചെയ്യാനാണ്. ആര് ടോപ്പായിട്ടിരിക്കും എന്ന് പറയുന്ന കേട്ട് ടൈപ്പ് ഒരുമാതിരി ഇങ്ങനെ നോക്കിട്ട് പറയും, അത് പിന്നെ എനിക്കൊന്നും അറിയത്തുന്നില്ല, ഞാനിങ്ങനെ വെറുതെ കിടക്കത്തേ ഉള്ളൂ എന്ന് പറയും. ഇത് കേട്ടും ചിരിച്ചിട്ട് താൻ പറയും, നല്ല കാര്യം, അതേ തന്നെ നന്നായി, കാര്യം എന്താന്ന് വെച്ചാലേ ഞാൻ എപ്പോഴും ടോപ്പായിട്ടേ ഇരിക്കത്തുള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുമ്പോ ടൈപ്പ് ആണെങ്കിൽ ഒരുമാതിരി താനെ ഇങ്ങനെ നോക്കും. താനൊരെണ്ണം ഒരുമാതിരി കളിയൊക്കെ ചിരിച്ചിട്ട് ശരി ഞാൻ പോയി കുളിച്ചിട്ട് വരാതെ പറഞ്ഞ എഴുന്നേറ്റ് പോവും. ഉടനെ ഇവൻ പുറകെ നിന്ന് വിളിച്ചു, എടാ പെട്ടെന്ന് വാ, എനിക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല എന്ന് പറയും. എന്റെ പൊന്നട നീ എന്തുവാടാ സിനിമയ്ക്ക് വല്ലതും പോവാണോ, വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. ഇങ്ങനെ ആക്രാന്തം കാണിക്കല്ലേ, എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ദാസ. നമുക്കൊരാൾ ഹെൽപ്പ്
ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിട്ടേൺ ചെയ്യുന്നത് പല രീതിയിൽ കണ്ടിട്ടുണ്ട്. ഫുഡ് മേടിച്ചു കൊടുക്കുക, ജ്യൂസ് മേടിച്ചു കൊടുക്കുക, അവർക്ക് പകരം ഹെൽപ്പ് ചെയ്യുക, പൈസ കൊടുക്കുക. പക്ഷെ ഇത് ഭയങ്കര വെറൈറ്റി ആയിപ്പോയി. നീ കൊലം മാസാടാ ടൈപ്പ്. രാത്രി മൊത്തം ഉറങ്ങാതെ ഇന്ന് ആലോചിച്ചിട്ട് തീരുമാനമാണെന്ന് തോന്നുന്നു. വെളുപ്പാങ്കാലത്തേ തന്നെ വന്ന് വിളിച്ച് താനെ ഉണർത്തിയിട്ട് എനിക്ക് സമയമില്ല പോലും. സമയം ചേർക്കേണ്ട ഒരു കാര്യം വേണ്ട സമയങ്ങളുണ്ട്. നേരെ നമുക്ക് അടുത്ത സീനിലോട്ട് പോകാം. ടൈപ്പ് ആണെങ്കിൽ ബെഡിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് താൻ വരാൻ. താനാണ് കുളിച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ നിറയെ ഐസ് ക്യൂബ് ആയിട്ടാണ് വരുന്നത്. നിങ്ങളിപ്പോ വിചാരിക്കും ഐസ് എന്തിനാന്നല്ല, പിന്നെ ഈ സീന്റെ മെയിൻ പ്രോപ്പർട്ടി തന്നെ ഐസ് അല്ലേ. താനാണെങ്കിൽ നേരെ വന്ന് നമ്മുടെ ടൈപ്പിന്റെ തൊട്ടടുത്തിരിക്കും. എന്നിട്ട് ചോദിക്കും, ടൈപ്പ് നീ ഓക്കെ ആണോ, നീ റെഡി ആണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ടൈപ്പ് പറയും റെഡി ആണോ. എത്ര നേരമായിട്ടാണ് നിന്നെ നോക്കിയിരിക്കുന്നത്, എന്താ നീ ഇത്രയും താമസിച്ചതെന്ന്. ഇവനാണെങ്കിൽ ഒരു സമാധാനം തരത്തില്ല കേട്ടോ. എന്താന്ന് വെച്ചാൽ നീ എത്രയും പെട്ടെന്ന് വന്ന് ചെയ്തേന്ന് പറയുമ്പോഴേക്കും താനോണ്ട് തന്നെ പറയും ഇങ്ങനെയുള്ള സമയത്തൊന്നും ഒരുപാട് തീർത്തിയൊന്നും പാടില്ലടാ, സമാധാനമായിട്ട് മൂവ് ചെയ്യണമെന്ന് പറയുമ്പോൾ ചോദിക്കും സമാധാനം, ഇതിലൊക്കെ എന്ത് സമാധാനം അവിടെ ഉള്ളതെന്ന് ചോദിക്കും. പറയും നിനക്കറിയത്തില്ല ഇത് സമാധാനമായിട്ട് കൊണ്ടുപോകും. അപ്പൊ നിന്റെ എക്സ് ഒക്കെ ആയിട്ട് നീ എങ്ങനെയാണോ പെരുമാറിയതെന്ന് ചോദിക്കുമ്പോൾ ടൈപ്പ് പറയാം അതെ അതിനെന്താന്നോ, ഇതൊക്കെ സ്മൂത്ത് ആയിട്ട് സമാധാനമായിട്ട് കൊണ്ടുപോകണം. അതെങ്ങനെയാ സമാധാനമായിട്ട് കൊണ്ടുപോകുന്നത് ചേട്ടൻ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞ് നേരെ കടലോട്ട് പതുക്കെ ഇങ്ങോട്ട് കിടത്തും. എന്നിട്ട് പതുക്കെ ഇങ്ങനെ കിസ് ചെയ്യാനായിട്ട് വന്നോണ്ട് തന്നെ ടൈപ്പ് പറയും അത് പിന്നെ എന്നെ കിസ്സൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും. ഓഹോ, കിസ്സൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കിസ് ചെയ്യാൻ പറ്റാത്ത ആളുമായിട്ട് ഞാൻ ഇന്റിമേറ്റ് ആയിട്ട് ഇരിക്കത്തില്ലല്ലോ മോനെ നമ്മുടെ താൻ പറയും. ഇത് കേട്ടൻ ടൈപ്പ് ആണെങ്കിൽ ഇങ്ങനെ ഒരു മാസം നോക്കും, അയ്യോ ഇത് എന്ത് ശല്യമായി പോയി എന്ന് പറഞ്ഞിട്ട് താനെ പിടിച്ചു വലിച്ച് ടൈപ്പ് തന്നെ കിസ് ചെയ്യും. എന്നിട്ട് വയ്ക്കും ഇത് മതിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും താൻ പറയും ഞാൻ എൻജോയ് ചെയ്തില്ലല്ലോ മോനെ, നിനക്ക് ചിലപ്പോൾ ഇത് മതിയായിരിക്കും, എനിക്കിത് പോരാന്ന് പറഞ്ഞ് നമ്മളെ താൻ തന്നെ വന്ന് ടൈപ്പിനെ കിസ് ചെയ്യും. ആദ്യമൊക്കെ ടൈപ്പ് ആണെങ്കിൽ ഒരുമാതിരി ഇങ്ങനെ ഒരു റിയാക്ഷൻ ഇല്ലാതെ കിടക്കാണ്. പിന്നെ അങ്ങോട്ട് പോകെ ടൈപ്പ് എൻജോയ് ചെയ്ത് അവനും തിരിച്ച് കിസ് ചെയ്യും. ഇങ്ങനെ കിസ് ചെയ്തോട്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ താൻ എന്ത് ചെയ്യും, നേരെ ആ ഐസ് കട്ടയിൽ ഒരു കട്ട എടുത്തിട്ട് അവന്റെ വായി വെച്ച് അതോടുകൂടി ആ ഐസ് കട്ടയോട് കൂടി തന്നെ നമ്മുടെ ടൈപ്പിനെ കിസ് ചെയ്യും. എന്റെ പൊന്നെ, ഇതിനാണോ കൂൾ കിസ് എന്ന് പറയുന്നത്? വെറൈറ്റി സാധനമായിപ്പോയല്ല. എങ്ങനെയുണ്ട് നമ്മുടെ ചെറുക്കൻ, സംഭവം പൊളിയല്ലേ. ഇനി എവിടെ ഐസ് കട്ട കെട്ടാലും താൻ ടൈപ്പ് ഓർമ്മ വരും, ഈ കൂൾ കിസ് ഓർമ്മ വരുവാണ്. ഇങ്ങനെ കിസ്സൊക്കെ ചെയ്തിട്ട് താൻ എന്ത് ചെയ്യും, പെട്ടെന്ന് എഴുന്നേറ്റ് പെനിയനൊക്കെ ഊരിയിട്ട് ടൈപ്പിന്റെ കൈ പിടിച്ചിട്ട് അവന്റെ ചെസ്റ്റിലെല്ലാം ഇങ്ങനെ ഫീൽ ചെയ്യിക്കും. ടൈപ്പിനാണെങ്കിൽ ഇതൊക്കെ പുതുവിധമായ ഫീലല്ലേ. അവനാണെങ്കിൽ ഇങ്ങനെ എന്റെ പൊന്നെ ബാധ കയറിയ പോലെ നോക്കിയിരിക്കുകയാണ്. താനെന്തേ വീണ്ടും പോയി ടൈപ്പിനെ കിസ് ചെയ്യും. നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. താനൊന്ന് പറഞ്ഞിട്ടായിരുന്നോ ഞാൻ ഡയലോഗിൽ മാത്രമല്ലടാ കില്ലാടി, ഞാൻ വേറെ പലതിലും കില്ലാടിയാണ് എന്ന്. അതായത് ലുക്കിലല്ലല്ലോ മോനെ കാര്യം, വർക്കില്ല എന്ന് പറയുന്ന എനിക്ക് താൻ പൊളിയാ കേട്ടോ. വെറൈറ്റി സാധനങ്ങളൊക്കെയാണ്. അങ്ങനെ വീണ്ടും ഇവർ കിസ് ചെയ്തോണ്ടിരിക്കുകയാണ്, ഓരോ ഐസ് കട്ടയായിട്ട് എടുത്തോണ്ടിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, പിള്ളേർ അവിടെ എൻജോയ് ചെയ്യട്ടെ. അങ്ങനെ ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് ടയേർഡായിട്ട് നമ്മുടെ ടൈപ്പാണ് ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. താൻ തൊട്ടടുത്തിട്ട് ഇരുന്നിട്ട് ചോദിക്കും ടൈപ്പ് നീ എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കും. നീ ഓക്കെ ആണോന്ന്, അതായത് ഫസ്റ്റ് ടൈം അല്ലേ, നീ ഓക്കെ ആണോന്ന് ചോദിക്കുമ്പോഴേക്കും ടൈപ്പ് ഉണ്ടെന്ന് കുഴപ്പമില്ല എന്നിങ്ങനെ പറയും. ഇത് കേട്ട് താൻ ഒരുമാതിരി ചോദിച്ചിട്ട് പറയും എന്ത് കുഴപ്പമില്ലെന്ന. എന്റെ പെർഫോമൻസ് കണ്ടിട്ട് ആദ്യമായിട്ടാണ് ഒരു ചെറുക്കൻ ഇങ്ങനെ പറയുന്നത് എന്ന് പറയും. അതായത് ഇവൻ പുലിയാണെന്ന്. എന്നിട്ട് പറയും ഞാൻ സീരിയസ് ആയിട്ടാണ് ചോദിച്ചതെന്ന് പറയുമ്പോ ടൈപ്പിനാണ് കലിപ്പ അറിയാലോ, അവൻ എപ്പോഴും കലിപ്പ. ഉടനെ പറയും നീ എന്തുകൂടെ പെമ്പിള്ളേരെ ട്രീറ്റ് ചെയ്യുന്ന പോലെ എന്നെ ട്രീറ്റ് ചെയ്തതെന്ന് പറയും. താനുടനെ ഇല്ലടാ ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല, കാര്യം എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ ഗേൾസുമായിട്ട് ഇന്റിമേറ്റ് ആയിട്ട് ഇരുന്നിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും ടൈപ്പിന് അറിയാലോ അവൻ എല്ലാരെയും കളിയാക്കും. ഉടനെ പറയും നിന്റെ എക്സ് ബോയ് ഫ്രണ്ട്സ് ഒക്കെ എന്തുവാടാന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കളിയാക്കുമ്പോഴേക്കും താനാണെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് താൻ പറയും എന്തിനാ അവരെയൊക്കെ വെറുതെ കളിയാക്കുന്നത് എന്ന് ചോദിക്കും. എന്നിട്ട് പറയും നിനക്കിപ്പോ തോന്നുന്നത് പോലെ തന്നെയാണ് ഞാനും ഫസ്റ്റ് ടൈം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നിയത്. ഞാൻ ഫസ്റ്റ് ടൈം എന്റെ സീനിയറുമായിട്ടാണ് ഇന്റിമേറ്റ് ആയിട്ടിരുന്നത്. അപ്പൊ ഞാൻ ബോട്ടോ ആയിരുന്നു. അപ്പൊ എനിക്കിതെന്തോ ശരിയല്ല ഇതിലൊരു താല്പര്യം ഇല്ലാന്ന് തോന്നി. പക്ഷെ പിന്നീട് ഞാൻ ടോപ്പായിട്ടിരുന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത് എന്ന് പറയും. ഇത് കേൾക്കുമ്പോഴേക്കും ടൈപ്പ് പറയും അതൊക്കെ നിനക്ക് തോന്നും, കാര്യം എന്ന് വെച്ചാൽ നീ ഇതുവരെ ഗേൾസുമായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ടാണ് എന്ന് പറയും. അല്ലടാ എനിക്ക് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഗേൾസുമായിട്ട് ഇന്റിമേറ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് ശരിയല്ലാന്ന് തോന്നി, പിന്നീടാണ് ഞാൻ ടോപ്പായത്, അങ്ങനെയാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത് എന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് നമ്മുടെ ടൈപ്പിനെ തൊട്ടിട്ട് പറയും പക്ഷെ എനിക്ക് നിന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് പറയും. ഇത് കേട്ട് കാര്യപ്പായിട്ട് ടൈപ്പ് പറഞ്ഞിട്ട് വെക്കും അതൊക്കെ എന്തിനാണ് ഇപ്പൊ നീ എന്നോട് പറയുന്നത് എന്ന് നോക്കിയാൽ പറയും എന്തിനാന്നോ, എനിക്ക് നിന്നെക്കുറിച്ച് കുറെ അറിയണം, എല്ലാ കാര്യങ്ങളും അറിയണം, അതിനാന്ന് പറയും. ഇത് കേട്ടിട്ട് നമ്മൾ ടൈപ്പ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ കിടക്കുകയാണ്. ഉടനെ താൻ അടുത്ത് വന്നിട്ട് പറയും പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയടാ, എന്റെ കൂടെ ഇതുവരെ ഇന്റിമേറ്റ് ആയിട്ടിരുന്ന ആൾക്കാർ ഒന്നും ഒരു ടൈമിൽ നിർത്തിയിട്ടില്ല,
അപ്പൊ നീ എങ്ങനെയാണ് എന്ന് ചോദിക്കും. ഇത് കേട്ട ടൈപ്പില് ദേഷ്യം കൊണ്ട് തരങ്ങണ എടുത്ത് ഒറ്റടി അടിക്കും. എന്നിട്ട് പറയും ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞിട്ടാണ് ഓരോരോ ടൈമേ ഉള്ളൂ എന്ന് പറയും. ഇതെന്താണുണ്ടെന്ന് ചേച്ചി പറയാ മനസ്സിലായി ഓരോരോ ടൈമല്ലേ അതൊക്കെ നോക്കാന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് അവനും ബാത്റൂമിലോട്ട് പോകും. അങ്ങനെ പിള്ളേർ രണ്ടുപേരും ഒരു വഴിക്ക് നൈസായിട്ട് സെറ്റായി വരുന്നുണ്ട്. എല്ലാരും ഭയങ്കര ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അങ്ങ് നിർത്തിയേക്കാം. എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു കമന്റ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ കാണാൻ. ബൈ ബൈ.